ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഡയറിയിലോട്ട്. എന്തിനാ ഡയറി പോന്നെ? ട്യൂബിങ് ചെയ്യാൻ. ട്യൂബിങ് വട്ടത്തിലുള്ള ഡോനട്ട് പോലത്തെ ഇതിൻ്റെ അകത്ത് ഒഴുകി പോവാനേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഡയറിയിലോട്ടേക്കാണ്. പോകെ പോകെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെയല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം പറ. അപ്പം വെൽക്കം ബാക്ക് ടു ആ ചാനൽ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, അർജുൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം നിങ്ങൾ ടോട്ടൽ 4 ഫാമിലീസ് ഉണ്ട്. അപ്പം 2 കാറിലായിട്ട് അങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിലൊരാളെ ഇപ്പം പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ടൊറൻറ്റോന്ന് ഏകദേശം എത്രയുള്ള 1.5 മണിക്കൂറോ 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ബാക്കി വിശേഷങ്ങൾ പോകും വഴി പറയുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ഏതായാലും അരച്ച് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ 4 ഫാമിലീസാണ് യാത്ര ചെയ്യുന്നത്. സോ അതിലൊരു ഫാമിലിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനത് അവിടെ എത്തിയിട്ട് അവരെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞങ്ങളെല്ലാവരും കൂടി ഒരു മീറ്റപ്പ് പോയിൻ്റ് പ്ലാൻ ചെയ്തിട്ട് അവിടെ മീറ്റ് ചെയ്തതിന് ശേഷം ഒരുമിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വേറൊരു കാർ പാർക്കിംഗ് സ്പോട്ടിലോട്ട് പോയിട്ട് അവിടെ ഒന്ന് ഇറങ്ങി എല്ലാവരും ജസ്റ്റ് ഒന്ന് സംസാരിച്ച്. കാരണം എല്ലാവരും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ ഒരുമിച്ച് ഫുള്ളായിട്ട് കണ്ടു. പക്ഷേ ഇവർ ബോയ്സ് എല്ലാവരും, അതായത് അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും, അപ്പോൾ ഞങ്ങൾ ഭാര്യമാരാരും പരസ്പരം ഇങ്ങനെ ഈ ഒരു യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്റ്റ് മീറ്റപ്പായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി പോകുന്ന വഴിയെ അങ്ങനെ ഇതാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജേണി കണ്ടിന്യൂ ചെയ്തു. അപ്പം രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഒന്നും കഴിക്കാതൊക്കെ ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും ഒരു ചായ കുടിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ പിന്നെ നേരെ കാനഡയുടെ സ്വന്തം ടിം ഹോട്ടൻസിലോട്ടൊക്കെ ആയിരുന്നു ആ ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ടിം ഹോട്ടൻസിലായിരുന്നു. നിയർ ബൈ ടിം ഹോട്ടൻസിലെത്തി. അവിടെ എല്ലാവർക്കും ഓരോരുത്തർക്ക് ചായ ഇഷ്ടം, ഓരോരുത്തർക്ക് കാപ്പി ഇഷ്ടം. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടുന്ന ചായ കാപ്പി അതൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ച് അങ്ങനെ ഒന്ന് സെറ്റായി. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങളുടെ ഭാര്യമാരുടെ കാര്യമാണ് പറഞ്ഞത്. ബാക്കി അവരൊക്കെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്ത് എല്ലാ ദിവസവും കാണുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ 1.5 hour ഉണ്ട് ട്രാവൽ. പിന്നെ അതിൻ്റെ കൂടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീക്കെൻഡ് അല്ല വീക്ക് ഡേയ്സിലാണ് പോയത്. കാരണം വീക്കെൻഡിൽ ഇതിനേക്കാൾ തിരക്കായിരിക്കും അവിടെ എന്ന് അറിയുന്നത് കൊണ്ട് വീക്ക് ഡേ ചൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മൺഡേ ആണ്, ഈ കഴിഞ്ഞ മൺഡേ ആണ് ഞങ്ങൾ ഈ ജേണി പോകുന്നത്. അപ്പം അങ്ങനെ യാത്ര ചെയ്തു. പോകുന്ന വഴിക്കൊക്കെ നല്ല ഇങ്ങനെ മഞ്ഞൊക്കെ പെയ്ത് നല്ലപോലെ ഇങ്ങനെ സെറ്റായിട്ട് കിടന്നു. അങ്ങോട്ടേക്കൊക്കെ ഒണ്ടാരിയുടെ ആ ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ നല്ലോണം മഞ്ഞ് പെയ്ത് കിടക്കുന്നു. അങ്ങ് എത്തുന്നതിനിടയിൽ ഞങ്ങൾ ഓൺ റൂട്ട് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല, ലോങ് ജേണീസൊക്കെ പോകുന്നവർക്ക് ഒന്ന് നിർത്തി റെസ്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ. അപ്പോൾ ഞങ്ങളും അതേപോലെ ഓൺ റൂട്ടിൽ നിർത്തി. അപ്പോൾ ഓൾറെഡി റോഷിനി എല്ലാവർക്കും ചിക്കൻ റാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ലോണം തണുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി അവിടേക്ക് ഒന്ന് ഇരുന്ന് ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചൂടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ വീണ്ടും ജേണി കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം എല്ലാവരും ഒന്ന് ചായയും ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായതുകൊണ്ട് ഇനിയിപ്പോൾ സ്നോ ടബിങ് ചെയ്താൽ മതി എന്നുള്ളൊരു ഫുൾ മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പം 2 കാറിലായിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടൊക്കെ സ്പീക്കറിൽ ഓണാക്കി ഇട്ടിട്ടൊക്കെ ആയിരുന്നു ഞങ്ങളിങ്ങനെ. പക്ഷെ അതൊരു നല്ല രസമായിരുന്നു ഇങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഓക്കെ 2 ഫാമിലി ഒരു കാറിൽ 2 ഫാമിലി ഒരു കാറിൽ എന്നുള്ളൊരു പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ഫാമിലി ഇങ്ങനെ ഒരുമിച്ച് പോകുന്നൊരു ഫീൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയി നമ്മളിതാ ഒടുവിൽ നമ്മുടെ സ്നോ വാലിയിലെത്തി. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് 1 day പാസ്സായിരുന്നു. കാരണം 2 hour പാസ്സായിരുന്നു നമ്മൾ നോക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല, അത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊക്കെ 2 hours അല്ലേ നമുക്ക് വേണ്ടി വരുള്ളൂ, എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സില്ല എന്നുണ്ടല്ലോ. ഓക്കെ ശരി, 1 day പാസ്സിന് എന്തിനാണ് ഒരാൾക്ക് ഇപ്പോൾ $35 ആയിട്ടാണ് വരുന്നത് 1 day പാസ്സിന്.
പക്ഷേ വൺ ഡേ പാസ് ആയിരുന്നു ഏറ്റവും നല്ലതെന്ന് ഈ ട്യൂബിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഒരുപോലെ കൺഫേം ചെയ്ത കാര്യം. കാരണം ടൂർ എടുത്തായിരുന്നെങ്കിൽ ഒരു ലിമിറ്റിനപ്പുറത്ത് നമുക്ക് ചിലപ്പോൾ 1-2 വട്ടം മാത്രമേ ഈ ഡബ്ബിങ് ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ. കാരണം ആൾക്കാരുണ്ട് നമ്മളിത് അങ്ങനെ മുകളിലോട്ട് പോയിട്ട് താഴെ എത്തേണ്ട ആ ഒരു ടൈമും കാര്യങ്ങളും നടന്ന് വീണ്ടും ആ സ്പോട്ടിൽ വന്ന് നിൽക്കേണ്ടത് അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 12 മണി ആയപ്പോഴായിട്ട് അവിടെ എത്തിയത്. ഇവിടെ ആക്ച്വലി സ്നോ ടബിങ് മാത്രമല്ല സ്കീയിങ്ങും ഉണ്ട്. അതിൻ്റെ ലിഫ്റ്റ് പാസ്സൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മളൊക്കെ സ്നോ ടബിങ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ മെയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഈ ടിക്കറ്റ് നമുക്ക് തരും. ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പോക്കറ്റിലാണ് വെക്കേണ്ടത്. കാരണം അതിന് അവിടെ ഒരു സ്കാനറുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കേണ്ട ഓട്ടോമാറ്റിക്കലി അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെക്ക് ഇൻ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ അത് കഴിഞ്ഞു നമ്മളതൊക്കെ എടുത്ത് ഇതുപോലത്തെ ഒരു ട്യൂബ്സൊക്കെ വെച്ചേക്കുന്നൊരു പ്ലേസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ട്യൂബ് എടുത്ത് കളക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളേഴ്സോ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ടൊരു ട്യൂബ് എടുക്കാം. നേരെ പോയിട്ട് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിങ്ങനെ ലിവർ വെച്ച് റോപ്പിലിങ്ങനെ നമ്മൾ വലിച്ച് മുകളിലോട്ട് കയറ്റി. അതാണ് ഈ പ്രോസസ്സ്. നമ്മൾ ആ ട്യൂബിൻ്റെ ആ ഇതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ച് മുകളിൽ കയറ്റും. അതിനുശേഷം പിന്നെ മുകളിൽ നിന്ന് അവരൊരു പുഷ് അങ്ങ് തരും. പിന്നെ നമ്മൾ താഴെ എത്തിക്കോളും ട്യൂബിലിരുന്നിട്ട്. പക്ഷേ നല്ല രസമാണ്. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, കപ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊന്ന് 5 പേർക്ക് ഇരുന്നിട്ട് പോകാം, 8 പേർക്ക് പോകാം. അങ്ങനെ നമ്മൾ 8 പേരുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 8 പേരുമായിട്ടുള്ള ഏറ്റവും പീക്കെന്ന് ചെയ്തായിരുന്നു. പിന്നെ കപ്പിളായിട്ട് ചെയ്തു, സിംഗിളായിട്ട് ചെയ്യാം. സിംഗിളായിട്ട് ഞാൻ ചെയ്തില്ല, എനിക്ക് അത്രക്കുള്ള ധൈര്യം ഇല്ല, അതുകൊണ്ട് സിംഗിളായിട്ട് ഞാൻ ചെയ്യാൻ നിന്നില്ല. ബാക്കി കപ്പിളായിട്ടും ഫ്രണ്ട്സായിട്ടും അങ്ങനെ നമ്മൾ പോയായിരുന്നു. പക്ഷെ മാക്സിമം അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പോകുന്ന അത്രയും സ്നോ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് താഴോട്ടേക്ക് അത്രയും സ്പീഡ് പോകുമ്പോൾ സ്നോ മൊത്തത്തിൽ കയറിയിട്ട് കണ്ടുപോലും മര്യാദയ്ക്ക് തുറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫോൺ ഏത് ഭാഗത്ത് പോകുന്ന ഒരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് അധികം നമ്മളത് വെച്ച് റിസ്ക് എടുക്കാൻ നിന്നില്ല. കാരണം ഞാൻ ഇതിൽ പോകുന്ന സമയത്ത് എൻ്റെ തൊപ്പിയൊക്കെ പറന്ന് താഴെയൊക്കെ പോയായിരുന്നു. പിന്നെ അതൊക്കെ തപ്പി എടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ ഫോൺ വെച്ച് റിസ്ക് എടുക്കാൻ നിന്നില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. 1 ടൈമെങ്കിലും പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടാണ് ഇങ്ങനെ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് സ്നോയിൽ ഈ ടബ് ചെയ്യാൻ പോകണം എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ പോയി. അപ്പോൾ ഏകദേശം നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കൊരു 3:30 ആയിട്ടുണ്ട്. കാരണം 4 മണിക്കാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മണി 3:30 ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അതിനടുത്ത് വസാഗ ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയേക്കാമെന്ന് കരുതി. പക്ഷേ ബീച്ചിൽ പോയിട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം വിൻ്ററാണ്. ഓൾറെഡി ലേക്കൊക്കെ ഐസ്ഡായിട്ട് കിടക്കുമായിരിക്കും. ചുമ്മാ നമുക്ക് ഡ്രൈവ് ത്രൂ ആയിട്ട് പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ പിന്നെ ചുമ്മാ അത്രയും കാറ്റും ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പായിരിക്കും കാറിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളൊന്ന് ചുമ്മാ അവിടെ വസാഗ ബീച്ച് ഒന്ന് റൗണ്ട് അടിച്ചു. അങ്ങനെ ചുമ്മാ അതൊക്കെ കണ്ട് ശരിക്കും സമ്മറിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് വസാഗ ബീച്ച്. അങ്ങനെ അതും കണ്ടു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം അതിങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ രാവിലെ കഴിച്ച ഭക്ഷണമല്ലാതെ വേറൊന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം സ്നോ ടബിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ എന്നാൽ പിന്നെ ഇവിടെ പോകാമെന്ന് ആലോചിച്ച് ഞങ്ങളെല്ലാവരും കൂടി മിസ്സസ് ആഗിയിലെ കേരള കറി ഹൗസ് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ എനിക്കൊന്ന് അതും ഇതുപോലെ ഒരു 1 ഹവറിന് മുകളിൽ ട്രാവൽ ചെയ്യേണ്ട അവിടെ നിന്ന് ഞങ്ങൾ നേരെ എന്നിട്ട് കേരള കറിഹൗസിൽ പോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അങ്ങ് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് ഇങ്ങനെ പോയതിൻ്റെയൊക്കെ ഇങ്ങനെ ആ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ആ 1 ഡേ ട്രിപ്പ് അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നത്. അങ്ങനെ ഫുഡും കഴിച്ച് 1 ഡേ ട്രിപ്പ് അങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.